ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് അരി വേവിച്ച് മാറ്റാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ വേവിച്ചത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. വേവിക്കുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് ഉപ്പും എണ്ണയും കൂടി ചേർത്ത് വേവിക്കണം. ഒരു പകുതി മുക്കാൽ വേവോളം വേവിച്ച് മാറ്റി വയ്ക്കണം. ബാക്കി അത് ചൂടോടെ ഇരുന്ന് തന്നെ വെന്തോളും. ആദ്യമായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലായാലും മതി. അപ്പോൾ ഈ നെയ്യും എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത് ചേരുവയാണ്. ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് സവാള ചേർക്കാം. 1 കപ്പ് സവാള നിറച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം ഓരോ വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർക്കാം. ആദ്യമായിട്ട് ക്യാരറ്റ് 1/2 കപ്പോളം ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഇതും കനം കുറച്ച് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് ചേർക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി പഞ്ചസാര ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ബാസ്മതി റൈസ് ചേർക്കുന്ന സമയമായി. അപ്പോൾ ഇത് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് തണുത്തിട്ട് കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അതിനുവേണ്ടി നമുക്ക് അതിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ഇളക്കുന്നത് കൊണ്ട് അടി പിടിക്കത്തില്ല. ഇതിനകത്തേക്ക് നമ്മൾ നെയ്യും എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് റൈസ് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇടാം. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. സോസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസും റൈസും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ കണക്ക് ഇനി ഇതൊരു 2 മിനിറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ക്യാരറ്റ് ഓണിയൻ സാലഡ് കൂടി ഉണ്ടാക്കാം. തൈരിനകത്തേക്ക് ക്യാരറ്റും ഓണിയനും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും ഒക്കെ ഇട്ട് ഒരു സാലഡും കൂടെ എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.